ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ബ്ലോസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസ് ചെടിയിൽ റോസാപ്പൂ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടിപ്പിനെ കുറിച്ചിട്ടാണ്. ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അടുക്കളയിൽ നമ്മൾ കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെടികൾ വളർത്തുന്ന ആളുകൾക്ക് നമ്മൾ ചെടി നട്ട് വളർത്തിയതിന് ശേഷം അതിൽ പൂവ് ഉണ്ടായില്ലെങ്കിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്താൽ റോസാ ചെടിയിൽ ധാരാളം പൂവുണ്ടാവും. ഇത് റോസാ ചെടിക്ക് മാത്രമല്ല, മറ്റുള്ള പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തേയിലക്കൊന്ത് വേണം. ഫ്രഷ് ആയിട്ടുള്ള തേയിലപ്പൊടിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചായ ഇട്ടതിന് ശേഷം അരിച്ചെടുക്കുന്ന ആ തേയിലക്കൊന്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ പഞ്ചസാര ഇടാത്ത ചായക്കൊന്താണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുത്താൽ ഉറുമ്പ് വരും. പിന്നെ വേണ്ടത് അരി കഴുകിയ വെള്ളം വേണം. അരി വെന്ത വെള്ളം എടുക്കരുത്, അരി കഴുകിയ വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളിത്തൊലി വേണം, പഴത്തിൻ്റെ തൊലി വേണം. പഴത്തിൻ്റെ തൊലിക്ക് പകരം നിങ്ങൾക്ക് മുട്ടത്തോടാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പഴത്തിൻ്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മുട്ടത്തോടാണെന്നുണ്ടെങ്കിലും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിത്തൊലിയും അതുപോലെ പഴത്തൊലിയും മുട്ടത്തോടും ഇത് മൂന്നും കൂടിയും ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കാം. ഇനി ഇത് തയ്യാറാക്കേണ്ട രീതി പറയാം. ഉള്ളിത്തൊലിയും അതുപോലെ പഴത്തൊലിയും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 1/2 മുതൽ 3/4 ലിറ്റർ വരെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതീയിലിട്ട് 8 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മുട്ടത്തോടെ എടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ച് ആവും. ഏകദേശം ഒരു നല്ലെണ്ണയുടെ കളറായിട്ട് അത് മാറും. അങ്ങനെ കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് അരിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസൻസ് ഈ വെള്ളത്തിൽ വരും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചായക്കൊന്തും അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നിങ്ങൾക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം വെച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ പൂക്കൾ ധാരാളം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നവയാണ്. ഇത് പൂക്കൾ ഉണ്ടാവാൻ മാത്രമല്ല, മറ്റുള്ള പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ റോസാ ചെടി നന്നായിട്ട് തന്നെ പൂവിടും. അത്രയ്ക്കും എഫക്റ്റീവാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്